ശരത്, വളരെ വ്യത്യസ്തമായ ഒരു പരിപാടി തന്നെയാണ് ഡിവൈഎഫ്ഐ നടത്തിയിട്ടുണ്ടായിരുന്നത്. നുണ പറയൽ മത്സരം എന്നാണ് ഇതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്തൊട്ടാകെ ഈ മത്സരം സംഘടിപ്പിക്കുവാൻ വേണ്ടി ഡിവൈഎഫ്ഐ ഒരുങ്ങുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് ഇത്തരത്തിലൊരു മത്സരം സംഘടിപ്പിച്ചത്. അതായത് ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് 2 മിനിറ്റ് സമയം, ഒരു 10-25 മിനിറ്റ്, ഇവിടുന്ന് കൊച്ചിയിലേക്ക് 25 മിനിറ്റ്, 25 മിനിറ്റ് കൊണ്ട് കൊച്ചിയിലെത്തി. അരമണിക്കൂർ കൂട്ടിക്കോ, അരമണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തി. കൊച്ചിയിൽ നിങ്ങൾ അപ്പം വിറ്റു. അവിടെ 10-15 അല്ലെങ്കിൽ അരമണിക്കൂർ അപ്പം വിൽക്കാം. നല്ല ചൂടപ്പല്ലേ, നല്ലോണം വിറ്റ് പോവും. ഏറ്റവും നല്ല മാർക്കറ്റാണ് കൊച്ചിയിൽ. അങ്ങനെ പൈസയും വാങ്ങി കൊട്ടയായി ഒരു ചായയും കുടിച്ച് അവിടെ നിന്ന് കയറുക. അപ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനാവുമ്പോഴേക്ക് കൂറ്റനാടെത്താം. ഇന്ന് രാവിലെ എന്നെ അമേരിക്കയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു. അവിടുത്തെ KPMG അമേരിക്കയിലെ ഡോക്ടർമാരുടെ സംഘടന ഇവരെല്ലാം കൂടി ഇന്നൊരു മീറ്റിംഗ് നടത്തുകയാണ് അവരെ. അപ്പോ അതില് കേരളത്തെ അഭിനന്ദിക്കാൻ അവർ വിളിച്ചതാണ്. അതിനിടയിൽ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അവിടെ നഴ്സുമാരൊക്കെയാണ് ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ കൂടുതലും. അവർ നല്ല നിലയിൽ ജീവിതം നയിക്കുന്നവരാണ്, അവിടെ നന്നായിട്ട് സേവനം ചെയ്യുന്നവരുമാണ്. പക്ഷെ അവരെ അലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ മാസ്ക് ഇല്ല എന്നുള്ളതാണ്. ചോദിച്ചു, ടീച്ചർ എന്താണ് അവിടുത്തെ സ്ഥിതി, ഞങ്ങൾക്ക് കുറച്ച് മാസ്ക് എത്തിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും